ആ അവര് ട്രഷറി പോയിരിക്കുക. ആതിര ഇവിടെ ഉണ്ട്. എന്താ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? ഞാൻ സച്ചേട്ടൻ വന്നത് അനുപേടിനെ കാണാനാ. എന്നെ കാണാനോ? അതെന്താ കാര്യം? കാര്യമുണ്ട് സച്ചേട്ടാ. അത് തന്നെ, അനുപേട്ടന്റെ ബൈക്കിന്റെ താക്കോൽ. സത്യം പറഞ്ഞാ ഇതിൽ എനിക്കൊരു പങ്കുമില്ല. വാങ്ങിച്ച ആളെ കണ്ടുപിടിച്ചതും തന്ന പൈസയേക്കാൾ കൂടുതൽ അങ്ങോട്ട് കൊടുത്ത് ഇത് തിരികെ വാങ്ങിച്ചതൊക്കെ സച്ചേട്ടനാ. ആ, കുറച്ച് പണിയുണ്ടായിരുന്നത് ഞാൻ ചെയ്തു. ഇപ്പൊ ആള് നല്ല കണ്ടീഷനില്ല. ചേച്ചി, ഇതിപ്പോ ഞാൻ ഇതിനൊക്കെ എന്താ പറയേണ്ടത്? നന്ദി പറച്ചിലാണെങ്കിൽ വേണ്ട അനുപേട്ട. ഈ വീട്ടിലൊരു ആവശ്യം വന്നപ്പോ എന്നോടൊരു വാക്കുപോലും പറയാതെ അനുപേട്ട ഇങ്ങനെ പ്രവർത്തിച്ചതില് എനിക്ക് ചെറിയ പരിഭവമുണ്ട്. അനുപേട്ട അങ്ങനെ ചെയ്തപ്പോ ആതിര എന്റെ ആരുമില്ലെന്നല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയൊന്നും അല്ല സച്ചി. ഇനി വിവാഹമൊക്കെ വരുമ്പോ എന്തോരം ചെലവുകളാ. അതുകൊണ്ട് ഇപ്പോഴേ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയെന്നേ ഉള്ളൂ. ഞാൻ പോലും അറിഞ്ഞത് വണ്ടി കൊണ്ടുപോകാൻ നേരം. അല്ല, എന്തായി നിന്റെ ക്ലാസിന്റെ കാര്യം? നാളെ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങണം. എല്ലാം കൂടി 1 മാസം എടുക്കും. പിന്നെ അനുപേട്ട, ഞാനും സച്ചേട്ടനും ഒക്കെ ഒരു യാത്ര പോകുന്നുണ്ട് 2-3 ദിവസത്തേക്ക്. ഇപ്പോ വെക്കേഷനല്ലേ, ഏട്ടത്തെയും ആവണിമോളെയും കൂടെ കൊണ്ടുവയ്ക്കോട്ടെ. ഏട്ടനൊന്നും പറഞ്ഞില്ല. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? ഞാനും മോള് ഉറപ്പായും വരും, അല്ലേ അനുപേട്ട? അതിലിപ്പോ എന്നോട് അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. മീരയും മോളും വരുന്നെങ്കിൽ വന്നോട്ടെ. എങ്കിൽ പിന്നെ ആതിരയും കൂടെ കൊണ്ടുവയ്ക്കോട്ടെ അനുപേട്ട. അവിടുന്ന് വേറെ ആരൊക്കെയുണ്ട്? മറ്റാരുമില്ല, ഞാനും സച്ചേട്ടനും പിന്നെ സന്ദീപും. പ്രശ്നങ്ങൾ കാരണം ആരുടെയും മനസ്സ് തീരെ ശരിയല്ല. അതാ ഇങ്ങനെ യാത്ര പോവാന്ന് കരുതിയത്. പിന്നെ അച്ചു മതി. നിങ്ങളുടെ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ യാത്ര പോകാൻ തീരുമാനിച്ചെല്ലാം ശരി. പക്ഷേ നിങ്ങളോടൊപ്പം ആതിരെ കൂടി വിടണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അറിയാലോ. എന്നെ കൊണ്ട് പഴയതൊന്നും ഓർമ്മിച്ചെടുത്ത് പറയിപ്പിക്കരുത്. ആരെ വേണമെങ്കിലും കൊണ്ടുപോകാം. എന്നെയും ആതിരെ ഒഴികെ ആരെ വേണമെങ്കിലും. അച്ഛൻ അറിഞ്ഞൂടെ അത് അനുപേട്ട സമ്മതിക്കാൻ പോകുന്നില്ല. അങ്ങനാണെ നമുക്ക് മാത്രം പോകാം അർച്ചന. ഇവിടുന്ന് ആരെയും കൊണ്ടുപോകണ്ട. അയ്യോ, ഞാനും മോളും വരാം, അതിന് കുഴപ്പമൊന്നുമില്ല. ആതിര വരുന്നില്ലെങ്കിൽ പിന്നെ ഏടത്തെയും വരണ്ട. എനിക്കറിയാം, ഏട്ടത്തി പറയേണ്ട പോലെ പറഞ്ഞ് ഏട്ട സമ്മതിക്കും.
അല്ല അതിര് ആ പിന്നല്ലാതെ. ആ ഒന്ന് സംസാരിച്ച് നോക്കല്ലേ? ആ നോക്കാന്നല്ല, ശരിയാക്കണം. ഉം. ആ ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. എന്തായാലും വാങ്ങാനുണ്ടോ? നീ എന്താ എങ്ങനെ ഇരിക്കുന്നത്? ഇനി എത്ര പണക്കം കാണിച്ചാലും ശരി, അർച്ചനയും സച്ചിയും യാത്ര പോകുന്നെന്ന് പറഞ്ഞ കാര്യത്തിൽ മറ്റൊരു ചിന്തയില്ല. വേണമെങ്കിൽ നീ മോളും പോക്കോ, ആതിരയെ വിടുന്ന പ്രശ്നമില്ല. ഉം. ആ സന്ദീപ് എന്ന് പറയുന്ന എന്റെ കൺവെട്ടത്ത് ആതിര പോകുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. അപ്പോഴാ അവനോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് പോകുന്നത്, അതും 2-3 ദിവസം. അല്ലെങ്കിൽ തന്നെ എന്നോടത് ചോദിക്കാൻ എങ്ങനെ ധൈര്യം വന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളോട് ചോദിച്ച അനുവാദം കൊടുക്കുമെന്ന് കരുതിയിട്ടല്ലേ ചോദിച്ചത്? ഇതിലിപ്പോ എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമുള്ളൂ. അനൂപേട്ടന്റെ സഹോദരിയും ഭാര്യയെയും അനൂപേട്ടന് വിശ്വാസമില്ല. സന്ദീപ് ആതിരയെ മാത്രമല്ലല്ലോ പോകുന്നത്, അർച്ചനയും സച്ചിയും ഉണ്ട്. പിന്നെ ഞാനും. ആതിരയെ ശ്രദ്ധിക്കാൻ ഇത്രയും ആളുകൾ പോരെ? അതെന്താ, ആതിര അനൂപേട്ടന് അത്ര വിശ്വാസമില്ലേ? ഇതിൽ വിശ്വാസത്തിന്റെ കാര്യമല്ല, നമ്മളായിട്ട് എന്തിനാ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിശ്ചയം മുടങ്ങിയ ശേഷം അവളുടെ മൈൻഡൊന്നും പഴയതുപോലെ ആയിട്ടില്ല. അനുപേട്ട, ഈ ഒരു അവസ്ഥയിൽ യാത്ര പോകുന്നത് നല്ലതല്ലേ? അവക്കതൊരു ചേഞ്ച് ആവുകയും ചെയ്യും. ഈ വീട്ടിൽ കിടന്ന് അവള് ശ്വാസം മുട്ടും അനുപേട്ട. മാത്രമല്ല, സച്ചി അർച്ചനെ അവസാനം എന്താ പറഞ്ഞെന്നറിയോ? അനുപേട്ടന് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ഞാനും മോളും ചെല്ലണ്ടാന്ന്. എന്റെ ഭർത്താവ് അത്ര ബോറനാണെന്നാ ആ പറഞ്ഞതിനർത്ഥം. അവര് നമ്മുടെ വണ്ടിയൊക്കെ തിരികെ വാങ്ങി തന്നതല്ലേ അനുപേട്ട? അവരോടൊപ്പം നമ്മളെല്ലാവരും ചെല്ലാനും പറഞ്ഞു. അവർക്ക് അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നോണ്ടല്ലേ അവര് വിളിച്ചത്. അനുപേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. ആതിരയെ ഞാനും അർച്ചനയും നോക്കിക്കോളാം. എത്ര കാലമായി ഞാനും മോളെ എവിടെയെങ്കിലും പോയിട്ട്? അവളുടെ കൂടെ പഠിക്കുന്ന പിള്ളേരൊക്കെ വെക്കേഷൻ ടൂറെന്നും പറഞ്ഞ് അവിടെ എവിടെയും പോയിരിക്കോ. നമ്മുടെ ബുദ്ധിമുട്ട് അറിയാവുന്നുണ്ടാവും അവള് നമ്മളോട് എവിടെയും പോണോന്ന് പറയാത്തത്. എല്ലാ പിള്ളേരെയും പോലെ അവൾക്കും ആഗ്രഹം ഉണ്ടാവില്ല അനുപേട്ട. ഞങ്ങള് വേറെ ആരെവിടെ കൊണ്ടുപോവാനാ? അതുകൊണ്ട് ഈ കാരണം പറഞ്ഞ അനുപേട്ടൻ ഞങ്ങളെ വിടാതിരിക്കരുത്. അനുപേട്ട, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എവിടെയൊക്കെയാ അമ്മ നമ്മൾ ടൂർ പോകുന്നേ? സച്ചിയങ്ങള് പറഞ്ഞല്ലോ എവിടേക്കാ പോകുന്നെന്ന്. അവരൊക്കെയാ മോളെ പോകുന്നത്, നമ്മളൊന്നുമല്ല. അതെന്താ നമ്മളെ കൊണ്ടുപോകാത്തെ? നിന്റെ അച്ഛന്റെ പേര് അനൂപ് എന്നായതുകൊണ്ട്. നിന്റെ അച്ഛന് നമ്മൾ ആരെയും വിശ്വാസമില്ല. എങ്കിൽ നല്ലൊരു വെക്കേഷനായിട്ട് നമ്മളെ എവിടെയെങ്കിലും കൊണ്ടുപോവോ? അതുമില്ല. ആ അവണി 2 ദിവസം കഴിയട്ടെ, മോളെ അച്ഛൻ ബീച്ചിൽ കൊണ്ടുപോവാ. അയ്യ, ബീച്ച്? ഈ പറയുന്ന ബീച്ച് ഇവള് 2 വയസ്സ് മുതൽ കാണാൻ തുടങ്ങിയതാ. നീ പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് വല്ലതും വന്ന് കഴിക്കാൻ നോക്ക. എണീക്ക്. വെറുതെ നടക്കാത്ത കാര്യത്തിന് സമയം കളയണ്ട. എണീറ്റ് വാ, എണീക്ക്. എടി അച്ഛാ, ഞങ്ങളെയും കൂടെ വിട അച്ഛാ. അച്ഛൻ്റെ കൂടെ പോയാൽ നല്ല രസമായിരിക്കും. വിടമ്മേ പ്ലീസ് അച്ഛാ. എന്റെ പൊന്നച്ഛനല്ലേ, സമ്മതിക്ക് പ്ലീസ് അച്ഛാ. നീ മോളെ കരയിക്കണ്ട. എന്താന്ന് വെച്ചാ ചെയ്യ്. ടൂറെങ്കിൽ ടൂറ്. ആതിര നീയും മോളും കൂടെ പൊക്കോ. ഞാൻ പോയി സച്ചിങ്ങളോടും എല്ലാരോടും പറഞ്ഞിട്ട് വരാവേ.
മോളെ ദാ ഇതും കൂടെ കൊണ്ടുപോ. എന്തിനാ ഇതൊക്കെ? അവിടെ ഇല്ലാത്ത എന്താ ഉള്ളേ? അതറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല മോളെ, കമലയുടെ ഒരു സമാധാനത്തിന് തരുന്നതാ. മോള് വാങ്ങിച്ചോ? ദാ. എന്നാ ഞാൻ പോയിട്ട് വരാവേ. അതിരെ ശരി, പോയിട്ട് വരാം. അച്ഛനെന്താ ഒരു വിഷമം പോലെ? ആ അത് ഞാൻ പറയാം. ചേച്ചി വന്നിട്ട് പോകുന്നതിന്റെയാ. സാധാരണ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടാ, ഇന്ന് നേരത്തെ ആയിപ്പോയി. നീ പോടി പെണ്ണെ, ഇതെനിക്ക് മാത്രമല്ല എല്ലാ അച്ഛന്മാർക്കും ഉള്ള വിഷമമാ. അതിന് ഞാൻ ദൂരെയൊന്നും അല്ലല്ലോ പോകുന്നേ. എന്തെങ്കിലും ആവശ്യം വന്നാ ഫോൺ എടുത്തൊരു വിളിച്ചാ പോരെ? എനിക്ക് ഓടി വരില്ലേ മാഷേ? അച്ഛൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ അവിടെ ചെന്ന ഉടനെ വിളിക്കാം. അമ്മേ പോയിട്ട് വരാം. അർച്ചന, താൻ വേണേ ഇന്നിവിടെ നിന്നോ. അച്ഛനെ വിഷമിപ്പിച്ച് രാത്രി ഇറങ്ങണ്ട. ഇത് ഞാൻ സച്ചിനോട് ചോദിക്കാൻ വരായിരുന്നു. അച്ഛാ, അർച്ചന ഇന്നിവിടെ നിൽക്കട്ടെ. നാളെ സമയം കിട്ടുന്ന പോലെ അങ്ങ് വരട്ടെ. എന്നാ പിന്നെ സച്ചുമോൻ ഇവിടെ നിന്നൂടെ? രണ്ടുപേർക്കൂടെ നാളെ പോവാം. അയ്യോ, അത് പറ്റില്ല അച്ഛാ. ഇവിടെ നിന്നാ നാളത്തെ എൻ്റെ ഓഫീസിൽ പോക്ക് മുടങ്ങും. നാളെ അമ്പലത്തിൽ കൊണ്ടുപോകാനുള്ള പൂജാ സാധനങ്ങള് നിങ്ങൾ പോകാൻ ഇറങ്ങിയോ? ഞാൻ പോകുന്നില്ല, സച്ചേട്ടൻ പോവാന്ന്. എന്നാ പിന്നെ സച്ചിക്ക് നാളെ പോയാ പോരെ? നേരത്തെ കയറി നാളെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞും പോയല്ലോ. ഇനിയിപ്പോ അർച്ചനയോടൊപ്പം ഇവിടെ നിൽക്കാം. നാളെ പോകാന്ന് സമ്മതിച്ചേക്കാം. നാളെ പോയാ പോരെ സച്ചി? സച്ചി പോട്ടെ മോളെ, നാളെ ഓഫീസിലൊക്കെ പോകാനുള്ളതാ. ആ അങ്ങനെയാണെങ്കി വേണ്ട. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി അച്ഛാ. നാളെ പോയാ പോരെന്ന് ആരെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഈശ്വര. അളിയാ, എന്താ എന്താ അനുപേട്ടാ? ഈ രാത്രി ഇനി പോണോ? നാളെ പോയാ പോരെ? അതല്ല അനൂപേ, സച്ചിക്ക് നാളെ മതി. നാളെ കുറച്ച് നേരത്തെ എണീറ്റ് വീട്ടിൽ പോയി ഓഫീസിൽ പോകണമെന്നല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യാല്ലേ? അങ്ങനെ തന്നെ ചെയ്യാം. അതാ അതിൻ്റെ ഒരു ശരി. നാളെ ഞങ്ങൾ എല്ലാവരും ഒരു വഴിപാട് നടത്താൻ വേണ്ടി അമ്പലത്തിൽ പോകുന്നുണ്ട്. എനിക്ക് നാളെ കോളേജിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങണം. നീ കോളേജിൽ പോയിട്ട് അങ്ങോട്ട് വന്നാ മതി. ഇനി എല്ലാവർക്കും എന്തെങ്കിലും കഴിക്കാം. കമലെ ഭക്ഷണം എടുത്തു വെക്ക്. അതെ, ഇനി തന്നെ. പിന്നെ ഭക്ഷണം കഴിക്കാം. അതാ അതിൻ്റെ ഒരു ശരി. വാ വാ. ചേച്ചി പോ, നിക്ക്. അനഘേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. സന്ദീപിന്റെ കാര്യത്തിൽ നമുക്ക് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കാം. എന്താ തീരുമാനം ഉണ്ടാക്കാനാ? ഇനി എത്ര നാള് കൂടി ഞാൻ സന്ദീപിന് വേണ്ടി കാത്തിരിക്കണം? എടി, അതിന് അച്ഛൻ കൂടി സമ്മതിക്കണ്ടേ? ഞാനും നീ ഇവിടെ നിന്ന് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. അച്ഛനോട് തോന്നണ്ടേ? എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. എന്താ ചേച്ചിയുടെ അച്ഛന്റെ ഒക്കെ ഉദ്ദേശം? ഞാൻ നിങ്ങളോട് പറഞ്ഞോ എനിക്ക് വേറെ വിവാഹം വേണോന്ന്? സന്ദീപ് പറഞ്ഞോ? വെറുതെ ഇരുന്ന് ഞങ്ങളോട് ഓരോന്ന് പറഞ്ഞ് ഇല്ലാത്ത ആഗ്രഹങ്ങൾ ഉണ്ടാക്കി തന്നിട്ട്
ഇപ്പൊ അതിനെ കുറിച്ച് ആരും ഒന്നും മിണ്ടുന്നില്ല. ഇനി എന്താ, ഞങ്ങൾ പിണങ്ങണോ അതോ വേറെ കെട്ടണോ ഞങ്ങള്? അങ്ങനെ വേറെ കെട്ടാനാണെങ്കിൽ ഞാൻ സമ്മതിച്ചാലും സന്ദീപ് സമ്മതിക്കും ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അവൻ എന്നോട് ചേച്ചിയോട് പറഞ്ഞതല്ലേ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന്, പിരിയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന്. അനഘേ, നീ പറയുന്നൊക്കെ സമ്മതിച്ചു. ഇത് നമ്മൾ തമ്മിൽ തീരുമാനിച്ചുറപ്പിക്കേണ്ട കാര്യമല്ല. സന്ദീപ് നീയും തമ്മിൽ എല്ലാം സംസാരിച്ചാലും നിങ്ങൾ തീരുമാനിച്ചാലും അതുമാത്രം കൊണ്ട് ഇത് നടക്കുന്നു തോന്നുന്നുണ്ടോ? ആ പ്രശ്നത്തിന് ശേഷം അച്ഛൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന പോലും ഇല്ലെന്നാ എനിക്ക് തോന്നുന്നേ. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ഇത് അങ്ങോട്ടെന്ന് പറയുന്നേ? നീ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട അനഘേ. സന്ദീപ് എന്തായാലും നിനക്ക് തന്നെയാ. അതിപ്പോ ഇവിടെ ആരും അതിനെപ്പറ്റി സംസാരിച്ചില്ലെങ്കിലും ഞാനും അച്ഛനും അത് തീരുമാനിച്ചുറപ്പിച്ച കാര്യ. നിനക്ക് അതിലൊരു സംശയവും വേണ്ട. എന്തായാലും ഞാൻ ഈ കാര്യം അച്ഛനോട് സംസാരിക്കില്ല എപ്പോഴൊന്നും. നിന്റെ സന്ദീപിന്റെ മനപ്രയാസം കണ്ട് അച്ഛൻ തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ. അയ്യോ, സച്ചേട്ടന് മാറാൻ ഡ്രസ്സൊന്നും ഇല്ലല്ലോ. ആ, ഇനിയിപ്പോ ഇത് മതി. രാവിലെ വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ടല്ലേ ഓഫീസിൽ പോകാൻ പറ്റൂ. ഇനിയിപ്പോ ഇതിട്ട് തന്നെ ഉറങ്ങാം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കായിരിക്കായിരുന്നു. ഈ പുസ്തകമൊക്കെ താൻ വായിച്ചിരുന്നായിരുന്നോ? അതെ, എന്താ? അല്ല, ഇതിന്റെ മിക്കതിന്റെ കണ്ടന്റ് പ്രണയമാണല്ലോ. തനിക്കാണേ പ്രണയവും ഇല്ലായിരുന്നു. അപ്പോ വായിക്കുമ്പോ ബോറടിക്കല്ലേ? ആരെങ്കിലും പ്രേമിക്കണമെന്ന് തോന്നിയില്ലേ? തോന്നില്ല. സച്ചേട്ടന് വേറൊരു കാര്യം അറിയോ? പ്രണയിക്കാത്തവരുടെ ഉള്ളിലാ ഏറ്റവും കൂടുതൽ പ്രണയമുള്ളത്. അങ്ങനെ ഒരാളില്ലാത്തതുകൊണ്ട് ഇതൊക്കെ വായിക്കുമ്പോ എന്തെങ്കിലും ജീവിതത്തിലേക്ക് വരുന്ന ആളുടെ ഒരു അവ്യക്ത രൂപം നമ്മുടെ മനസ്സിൽ അങ്ങനെ രൂപപ്പെട്ടു വരും. വായിച്ച് വായിച്ച അക്ഷരങ്ങളിലൂടെ ആ അവ്യക്ത രൂപത്തെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങും. വായനയിലൂടെ നമ്മുടെ മനസ്സിലേക്ക് ചേക്കേറി വരുന്ന സ്വപ്നങ്ങളെല്ലാം അയാളിലൂടെ നിറവേറ്റണമെന്ന് കരുതും. ഈശ്വരാ, മൂർഖനെയാണല്ലോ ഞാൻ ചവിട്ടിയത്. ഇനി ഒന്നുകൂടിയുണ്ട്. പറയൂ പണ്ഡിതേ. അന്ന് ഞാൻ കണ്ടിരുന്ന ആ അവ്യക്തമായ രൂപം സച്ചേട്ടന്റെ ആയിരുന്നു. ഓഹോ, പറഞ്ഞാ വിശ്വസിക്കുമെന്നറിയില്ല. ആദ്യമായിട്ട് നമ്മൾ കണ്ടപ്പോ ഞാനത് പറയണമെന്ന് കരുതിയതായിരുന്നു. പിന്നെ അതിനൊന്നും പറ്റിയില്ലല്ലോ. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ? ഇനിയും കാര്യോ? ഞാൻ കൂടുതൽ സംസാരിച്ച സച്ചേട്ടനെ ബോറടിപ്പിക്കുന്നുണ്ടോ? ബോറടിപ്പിക്കുന്നുണ്ട്. എന്തൊരു ബോറാന്നറിയോ? ഇങ്ങനെയുണ്ടോ ഒരു സംസാരം? പക്ഷേ ആ ബോറടി എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഒന്നുമില്ലമ്മേ, സച്ചേട്ടന്റെ കാലം തട്ടിയതാ. ഇങ്ങനെ വിളിക്കോ?
അർച്ചന കഴിഞ്ഞില്ല തന്റെ ജോലി ഇതുവരെ. സച്ചേട്ടൻ ഓഫീസിൽ പോകുന്നില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കും പോവായിരുന്നു അമ്പലത്തില്. അമ്മോ ഇതെന്താ വേഷം? എങ്ങനുണ്ട്? ഇതെവിടുന്നാ? ഇത് അനുപേട്ടന്റെ. പിന്നെ ഇത് അച്ഛന്റെ. ഇത് പിന്നെ ആരുടെയാന്ന് അറിയില്ല. എങ്ങനുണ്ട്? ഒരു കർഷകനെ പോലെ ഉണ്ടോ? സംഭവം കൊള്ളാം. ആദ്യമായിട്ടാ ഞാൻ സച്ചേട്ടൻ ഇങ്ങനെ കാണുന്നത്. ഇതിനി സ്ഥിരമാക്കിയാലോ എന്നൊരു ആലോചനയുണ്ട്. നല്ലതാ. അതാവുമ്പോ ബഹുമാനം തോന്നുമ്പോ താഴ്ത്തിയിടാം, ദേഷ്യം വരുമ്പോ മടക്കി കുത്തുകയും ചെയ്യാം. താനിത് കൊള്ളില്ലെന്ന് പറഞ്ഞാലും മാറ്റി വേറെ ഇടാൻ എന്റെ വേറെ ഒന്നുമില്ല. ഇവിടെ തങ്ങാൻ വേണ്ടി വന്നതല്ലല്ലോ നമ്മള്. ഇത് കൊള്ളില്ലെങ്കിൽ തന്റെ പഴയ സാരി വല്ലതും ഉടുക്കേണ്ടി വരും.